4.5 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. ഒരു 100-ലേറെ വ്യക്തികളും പ്രതിനിധികളുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾ ഇവിടെ വന്ന ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ക്യാമ്പുകളിൽ ഇന്നും ക്യാമ്പുകളിലുള്ള ആൾക്കാർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവസരം നമ്മൾ ഒരുക്കിയിരുന്നു. അങ്ങനെ ക്യാമ്പിൽ നിന്നും 10-ലേറെ ആൾക്കാർ അവരുടെ പ്രതിനിധികളായിട്ട് നമ്മളോട് സംസാരിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട MLA-മാരുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തന്നെ ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാർ, ബ്ലോക്ക്, തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാവരും, മേപ്പാടിയിലെ ഇതിന്റെ എല്ലാത്തിന്റെയും മുന്നിൽ നിന്ന പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നു. ഇതിന് പുറമേ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും തന്നെ വന്നിരുന്നു. അതിൽ കുറേയധികം പേർ അവരുടെ അഭിപ്രായങ്ങൾ, പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഉന്നയിച്ചു. മറ്റുള്ള ഈ ദുരന്ത ബാധിതരെ കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റു പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്നും അവർ ആ സമയം കൂടി ഇവർക്ക് അനുവദിച്ച് നൽകി. അതുപോലെ നമ്മുടെ ആധ്യാത്മിക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരു കൺസൾട്ടേഷൻ, അതായത് ഞങ്ങൾ കേൾക്കുകയും അവർ പറയുകയുമാണ് ചെയ്തത്. ഒരു ആമുഖം മാത്രമേ ഞങ്ങളുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ, പല കാര്യങ്ങളും വളരെ നമ്മുടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ രീതികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, അല്പം പോലും സമയം നഷ്ടപ്പെടാതെ ശാശ്വതമായ പുനരധിവാസ പദ്ധതിയിലേക്ക് കടക്കണമെന്നുള്ളതാണ്. കാരണം താൽക്കാലികമായിട്ടുള്ള സൗകര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി ആർക്കും ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല എന്നുള്ള പരാതിയും നിൽക്കുന്നു. നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള, നേരത്തെ തീരുമാനിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്ന പരാതി നിൽക്കുന്നു. അതുപോലെ മാസവാടകയ്ക്ക് വേണ്ടിയിട്ട് പലരും മാറിയിട്ട് മാസവാടക കൊടുത്ത് മാറുന്ന ആൾക്കാർക്ക് കുറെ കൂടി ചില കാര്യങ്ങളിലൊരു അഷുറൻസ് ലഭിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് പുറമെയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവർ പറയുന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാര പാക്കേജ് എന്താണോ ആ പാക്കേജ് എത്രയും പെട്ടെന്ന് വ്യക്തതയോടുകൂടി തീരുമാനിച്ച് ഉറപ്പിച്ച് അതിലേക്ക് സർക്കാർ ഇറങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ആ പാലത്തിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഉപജീവനത്തിന്റെ കാര്യത്തിൽ ഇതുമായിട്ട് തന്നെ കണക്ഷനൊന്നും ഇല്ലാതെ തന്നെ ഉടൻ തന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലരും, പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ട് തന്നെ വന്നു. ഇതിന് പുറമെയാണ് നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള പല ആകുലതകളും ആൾക്കാർക്കുണ്ട്. കൃഷി ചെയ്ത് ജീവിച്ച ആൾക്കാർക്ക് കൃഷിഭൂമിയുടെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നു. വീട് വെക്കുമ്പോൾ വീടിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചില ആശങ്കകൾ പങ്കിട്ടു. ചെറിയ വീടുകളും അതുപോലെയുള്ള സൗകര്യങ്ങൾ കുറെ കൂടെ വിപുലമായിട്ട് തന്നെ കിട്ടണം എന്നുള്ള ഒരാവശ്യം ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് നഷ്ടപ്പെട്ടിട്ടുള്ള ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് കടമുറികൾ നഷ്ടപ്പെട്ടവർ, അതുപോലെയുള്ളവർക്ക് പാക്കേജിന്റെ ഭാഗമായിട്ട് സഹായം ലഭ്യമാകണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, ആൾക്കാർ വളരെ പ്രയാസത്തോടെ പറഞ്ഞ കാര്യം വായ്പകളുടെ കാര്യമാണ്. അതായത് ഒട്ടുമിക്ക ആൾക്കാർക്കും വായ്പകളുണ്ട്. ആ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം ഇന്നില്ല. ഈ പ്രയാസമുള്ള സാഹചര്യത്തിൽ പോലും ഒരു മൊറട്ടോറിയം അനുവദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരെ പലരും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പൊതുരംഗത്തും പ്രൈവറ്റുമായിട്ടുള്ള ലോൺസിന്റെ കാര്യത്തിൽ
ഗവൺമെന്റിന്റെ ഇടപെടൽ ഉടനെ ഉണ്ടാവണം. ഇതുപോലെയുള്ള ലോണുകളെല്ലാം എഴുതി തള്ളണം എന്നുള്ളതാണ് വളരെ ശക്തമായിട്ട് പരക്കെ വന്നിട്ടുള്ള ഒരാവശ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു അപ്പോൾ ഇതൊരു ഈ ഇന്നത്തെ ഈ കൺസൾട്ടേഷന്റെ സെന്റിമെന്റ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എഴുതിയും നേരിട്ടും എഴുതിയും ഈ നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ തലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിനെ ഒരു നിർദ്ദേശങ്ങളൊന്ന് ക്രോഡീകരിച്ച് സമർപ്പിക്കും. പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒന്നായി മാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ ചർച്ച ഇപ്പോഴല്ലേ കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു കുറിപ്പുണ്ടാക്കണം. അത് അധികം താമസിക്കാതെ തന്നെ മന്ത്രിസഭ പരിഗണിക്കുമെന്നാണ് എന്റെ വിശ്വാസം.